ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് March 8 വേൾഡ് വുമൻസ് ഡേ ആയിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു അല്ലേ. സോ എനിക്ക് വുമൻസ് ഡേനെ പറ്റി എൻ്റെ ആ ഒരു ലൈഫിൽ ഇത്രയും എൻ്റെ ഒരു 20 years എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് എൻ്റെ അമ്മയെ പറ്റി, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത വുമൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് എന്തെല്ലാം കിട്ടി, എനിക്ക് എന്തെല്ലാം എക്സ്പീരിയൻസ്, ഞാൻ ഇങ്ങനെയായി തീർന്നത് ആ ഒരു വ്യക്തിയിലൂടെ തന്നെയാണ്. സോ എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മേനെ പറ്റി, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. സോ അത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. എൻ്റെ ഒരു കേസിൽ ഞാൻ ജനിച്ച ഒരു 3-4-5 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ അനിയത്തി കുഞ്ഞിതാണ്. സോ അവളെ ലൈക്ക് അമ്മ വരുന്നത് വരെ ഞാനാ നോക്കിയെന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഞാൻ അങ്ങനെ വളർന്നു വന്നതുകൊണ്ട്, അതായത് വീട്ടിലെ 2 പാരൻസും ജോലിക്ക് പോയി ഞങ്ങൾ രണ്ടുപേരും വളർന്നു വന്നത് കൊണ്ട് അമ്മ എന്താണ്, അതായത് ഇപ്പം ഞാൻ സ്റ്റോറി പറഞ്ഞാൽ ലൈക്ക് സത്യം പറഞ്ഞാൽ കൊതിയാവും. അതായത് അമ്മ ജോലിക്കൊക്കെ പോയിരുന്ന സമയമാകുമ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് എടുത്ത് തരാൻ, എന്തെങ്കിലും ഉണ്ടാക്കി തരാനായിട്ട് നമുക്ക് ഈവനിങ് അവിടെ ആരുണ്ടാവില്ല. ആ ഒരു ഈവനിങ് ടൈം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒന്നില്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി എന്തെങ്കിലും കഴിക്കട്ടിപ്പിക്കില്ല എല്ലാ വീട്ടിലെ പോലെ, അതല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങി അതെടുത്ത് കഴിക്കാം. ബട്ട് ആ ഒരു ലൈക്ക് നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു സ്നേഹം അത് നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ഓക്കെ, സോ ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പാരൻസ് എന്താണ് ജോബിന് പോകുന്നവരാണ് അല്ലേ. എൻ്റെ കേസിൽ എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലീൻ്റെ ആ ഒരു ഇനി പോയില്ലെങ്കിൽ ശരിയാവില്ല ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ലൈക്ക് അമ്മ ജോലിക്ക് പോയതാണ്. ഓക്കെ, അമ്മ ആ ഒരു ഡിസിഷനെ എടുത്തില്ലായിരുന്നെങ്കിൽ മേ ബി ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു ഹാപ്പി ലൈഫ് ഉണ്ടാവില്ലായിരുന്നു അല്ലേ. ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വേണ്ടത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ അമ്മയുടെ ആ ഒരു ഏജിൽ കല്യാണം കഴിഞ്ഞൊരു 3-4-5 വർഷം കഴിഞ്ഞപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഹൗസ് വൈഫാണ്. പിന്നെ നല്ല ജോലിയുള്ളവരാണ്, എന്തായാലും ടീച്ചർ അങ്ങനെയുള്ള ഗവൺമെൻറ് ജോബ്സ് ഉള്ളവരാണ് ജോലിക്ക് പോവുക, ഗേൾസ്. സോ അമ്മയ്ക്ക് ആ ഒരു സ്റ്റേജ് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്താൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേജ് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പോൾ ലൈക്ക് അമ്മ ആ ഒരു ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് ഈ കോളേജിലായാലും ഇവിടെ വന്നായാലും പഠിക്കാൻ പറ്റില്ലായിരുന്നു. അത് ഒബ്വിയസ്ലി കറക്റ്റ് തന്നെ. സോ അമ്മ ആ ഒരു സ്റ്റെപ്പ് എടുത്തത് ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു. ഇപ്പം നിങ്ങളുടെ ലൈഫിലും അതുപോലെ നിങ്ങളുടെ പാരൻസ് എടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവുക അല്ലേ. നിങ്ങൾ എല്ലാവരും കേട്ടൊരു ഫെമിലിയർ വേർഡായിരിക്കും ഓറ പറഞ്ഞത്, ദ റിയൽ ഓറ, ഓറ 4000 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേർഡ്സ് കേട്ടിരണം. ഈ ഓര പറയുന്നത് അത്രയും ലൈക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള പീപ്പിൾസിനെയാണ് നമ്മൾ ഈ ഓര പറയുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കും, ലിറ്ററലി എൻ്റെ അമ്മയും അങ്ങനെ ഒരു വ്യക്തിയല്ലേ. ലൈക്ക് എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു സ്റ്റേജിൽ കല്യാണം കഴിഞ്ഞ് കുട്ടിയായ ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ലൈക്ക് നമുക്ക് പിന്നെയും കുറച്ചുകൂടി ഇപ്പോൾ ലൈക്ക് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്രയും കേട്ടതാണ്. ബട്ട് അവരങ്ങനെയായിരുന്നില്ല. ഇപ്പം എൻ്റെ അമ്മ ലൈക്ക് എന്നെ പോലെ ഹയർ സെക്കൻഡറി പോയിട്ടില്ല, കോളേജിലൊന്നും പോയിട്ടില്ല. ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനുള്ള ഒരു സാഹചര്യം അപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഞാനിപ്പോൾ ലൈക്ക് എൻ്റെ മക്കൾ നല്ല രീതിയിൽ അവിടെ നിന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ ഇപ്പോൾ വിട്ടത് തന്നെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആലോചിക്കും, എൻ്റെ ഒരു ഏജിലാണ് അമ്മ കല്യാണം കഴിഞ്ഞതും അതുപോലെ തന്നെ ഒരു 4-5 years കഴിഞ്ഞപ്പോൾ തന്നെ ലൈക്ക് അമ്മ ലിറ്ററലി ചിന്തിക്കാത്തൊരു കാര്യം ജോലിക്ക് പോകണം എന്നുള്ളത് കാര്യം ചിന്തിച്ചതും പോയി തുടങ്ങിയതും. അപ്പോൾ ലിറ്ററലി എൻ്റെ അമ്മയ്ക്ക് ഒരു ഓര, റിയൽ ഓര തന്നെയല്ലേ എനിക്ക് തോന്നാറുണ്ട്. കാരണം ലൈക്ക് അമ്മേനെ പോലെ ഇത്രയും ഹാർഡ് വർക്കിംഗ് അമ്മ മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ വുമൻസ് ഉണ്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്ട്രെങ്ത് ആയിട്ട് പുറത്തു പോയി നിൽക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട് അല്ലേ. അപ്പം ഇന്നേ ദിവസം അവരെല്ലാവരല്ലേ ശരിക്കും ആഘോഷിക്കേണ്ടത്. സോ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അമ്മയോടുള്ള സ്നേഹം, ചിലർ പറയും ഈ അമ്മയോടുള്ള സ്നേഹം പറയേണ്ടത് ഈ വുമൻസ് ഡേ മാത്രമല്ല, അല്ല മദേഴ്സ് ഡേ മാത്രമല്ല ഉള്ളതെന്ന്. അല്ല, എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഈ ചിൽഡ്രൻസ് ഡേ ഒക്കെ ആഘോഷിക്കില്ല. അപ്പം എന്താ സ്കൂളിൽ കുട്ടികളെ ലൈക്ക് ആദരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അതുപോലെ അവർക്കും ചില സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടാവട്ടെ. അത് വുമൻസ് ഡേ ആയാലും മദേഴ്സ് ഡേ ആയാലും എല്ലാം അല്ലേ, അത് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കില്ലേ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം എപ്പോഴൊക്കെ വെളിപ്പെടുത്താൻ പറ്റുമോ അവരുടെ അടുത്ത് അതൊക്കെ ചെയ്യുക. അവരുടെ ബർത്ത്ഡേയ്സ്, അവരുടെ വെഡിങ് ആനിവേഴ്സറി, സ്പെഷ്യൽ ഡേയ്സ് എല്ലാം സെലിബ്രേറ്റ് ചെയ്ത് ലൈക്ക് അവർ മാക്സിമം ഹാപ്പി ആക്കി വെക്കാം. കാരണം അവർ വലിയ വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കേണ്ടാവില്ല. നമ്മളെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ആഗ്രഹിക്കാം നമ്മളുടെ നിന്ന് കിട്ടാനായിട്ട്. ബട്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. ലൈക്ക് ഇപ്പോൾ
ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കുറെ കേസസ് ഉണ്ട്. ഈ കേസസിനൊക്കെ ഫാക്ടർ ആ ഫാമിലിനോടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞതായിരിക്കും. ആ ഒരു അറ്റാച്ച്മെന്റ് കുറയുമ്പോഴാണ് മെയിനായിട്ട് നമ്മൾ ലിറ്ററലി നമ്മൾ വേറെ പല വഴികളിലേക്കും പോവുക. സോ മാക്സിമം ആരും വീട്ടുകാരെ വിഷമിപ്പിക്കുന്ന ഒരു വഴിയിലേക്കും പോവാണ്ടിരിക്കുക. നല്ലൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുക. ഓക്കെ, നിങ്ങളുടെ പാരൻസിനോ അച്ഛനെയായാലും അമ്മനെയും സന്തോഷപൂർവ്വം നല്ലപോലെ നല്ലൊരു ജീവിതം കൊടുക്കാൻ ശ്രമിക്കാം. സോ ഇതിനെപ്പറ്റി ഇത്രയും എനിക്ക് സംസാരിക്കണം തോന്നി. അതോടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.